പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് മരിയൻ തീർത്ഥാടനത്തിൻ്റെ 21-ാം ദിവസമാണ്. നമ്മുടെ അമ്മയോട് ചേർന്നിരുന്ന് അമ്മയെ കൂടുതൽ അടുത്തറിയാൻ നാം പരിശ്രമിക്കുന്ന സന്ദർഭമാണ്. അമ്മയെ നാം എത്രമാത്രം അറിഞ്ഞാലും ആ ദൈവിക രഹസ്യങ്ങളെല്ലാം, അമ്മയിൽ മറഞ്ഞിരിക്കുന്ന ദൈവിക രഹസ്യങ്ങളെല്ലാം ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിന് പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം നമുക്ക് ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവാകുന്ന ആ ഗുരുഭൂതൻ നമ്മെ അമ്മയെ പറ്റിയുള്ള അറിവിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകൾ ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങളിൽ ഒന്നാമത്തെ ദിവ്യരഹസ്യം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കുകയും ചെയ്യാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധയമ്മേ എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ.
പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 30 മുതലുള്ള വചനങ്ങൾ. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നദ്ധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയുടെ മഹത്വം, പരിശുദ്ധ അമ്മ എന്തുകൊണ്ട് ഉന്നത വണക്കത്തിന് അർഹയാണ് എന്നുള്ള ആ ഒരു സത്യം നാം കഴിഞ്ഞ ദിവസം ധ്യാന വിഷയമാക്കുകയായി. മനുഷ്യന്റെ പരിത്രാണ കർമ്മത്തിൽ, യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ കർമ്മത്തിൽ പരിശുദ്ധ അമ്മ വഹിച്ച അതുല്യമായ പങ്ക് നാം തീർച്ചയായും ധ്യാന വിഷയമാക്കണം. യെരുശലേം ദേവാലയത്തെ പോലും അപ്രസക്തമാക്കിക്കൊണ്ട് പരിശുദ്ധ ത്രിത്വം പരിശുദ്ധ അമ്മയിൽ ഇറങ്ങി വസിച്ചു. പിതൃപുത്ര പരിശുദ്ധാത്മാവ്. ഒന്നാമതായി പരിശുദ്ധ അമ്മയുടെ മഹത്വത്തിന്റെ കാരണം അതാണ്. ദൈവത്തിന്റെ കരുണാർദ്രമായ സ്നേഹം ഈ ലോകത്തിലേക്ക് സ്വീകരിച്ച് പകർന്നു നൽകിയ പരിശുദ്ധ അമ്മ, അവൾ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവളാണ്. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവളാണ്. യേശു ക്രിസ്തു എന്ന നാമം, രക്ഷാകരമായ നാമം
പരിശുദ്ധ അമ്മയിലൂടെ നൽകപ്പെട്ടതാണ് ആ രക്ഷകൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. പരിശുദ്ധ അമ്മയിലൂടെയാണ്. അതോടൊപ്പം ഈ സ്വർഗീയമായ രഹസ്യങ്ങളോടുള്ള പരിശുദ്ധ അമ്മയുടെ പ്രതികരണം, അത് അസാധാരണമായ ഒരു പ്രതികരണമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംശയങ്ങളെ എങ്ങനെയാണ് ദൂരീകരിക്കേണ്ടത് എന്നതിൻ്റെ മനോഹരമായ ഒരു മാതൃക മനുഷ്യരോടല്ല പങ്കുവെക്കേണ്ടത്. സ്വന്തം ഹൃദയത്തിൽ സ്വീകരിച്ച് അസ്വസ്ഥയാവുകയല്ല, അസ്വസ്ഥതയ്ക്ക് കാരണമാകാവുന്ന എല്ലാ സംശയങ്ങളും ദൈവത്തിന്റെ മുമ്പിൽ തന്നെ സമർപ്പിച്ചു. ഇതെങ്ങനെ സംഭവിക്കും? ദൈവത്തിന്റെ പദ്ധതി നമ്മൾ നിറവേറാൻ പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ആശങ്കകളാണ്. സ്വർഗത്തിന്റെ സ്വന്തമാകാൻ, പരിശുദ്ധി നമ്മിൽ കവിഞ്ഞൊഴുകുവാൻ, എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെടണം. പരിശുദ്ധാത്മാവ് അവളിൽ വന്ന് നിറഞ്ഞു കവിഞ്ഞു. ഇതുപോലെ ഒരു പ്രവാഹം നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. സൃഷ്ടിയിൽ ചലിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ്, പ്രവർത്തന നിരതമായ പരിശുദ്ധാത്മാവ് പുനഃസൃഷ്ടിയിൽ, ഈ രക്ഷാകര കർമ്മത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. സവിശേഷമായ പ്രവർത്തനം ആരംഭിച്ചത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. അതാണ് പിന്നീട് കൊടുങ്കാറ്റായി മാറിയത്, അതാണ് ജ്വാലയായി മാറിയത്, അതാണ് ഇപ്പോഴും അനേകരിലൂടെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. ആ ഒരു ജ്വാല ഏറ്റുവാങ്ങിയവളാണ് പരിശുദ്ധ അമ്മ. അതുപോലെ തന്നെ സ്നാപകനെ ഏറ്റുവാങ്ങിയത്, സ്നാപകന്റെ പിറവിയെ പറ്റിയുള്ള രഹസ്യം ഈ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ, അതിലൂടെ എലിസബത്തിന്റെ ആശങ്കയും സംശയങ്ങളുമെല്ലാം ദൂരീകരിക്കാനും, ഒരു മുറിവുമില്ലാതെ സൗഖ്യമുള്ളവനായി സ്നാപകൻ ആ ഒരു ശുദ്ധതയിൽ ഈ മണ്ണിൽ പിറന്നു വീഴാൻ, യേശുവിനെ മുട്ടുനിൽക്കുന്ന ആ ഒരു പ്രവാചകൻ ഈ മണ്ണിൽ പിറന്നു വീഴാൻ പരിശുദ്ധ അമ്മയെ മാധ്യമമാക്കി മാറ്റി എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സമ്പൂർണമായ ഒരു സമർപ്പണത്തിന്, മറിയത്തിന്റെ സമർപ്പണത്തിന് അപ്പുറത്തൊരു മാതൃക കണ്ടെത്താൻ സാധിക്കില്ല എന്നതാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയത്തിന്റെ ഉന്നത വണക്കത്തിന് പ്രധാനമായ കാരണമായി നാം പറഞ്ഞതാണ് സകലർക്കും രക്ഷയും പാവമോചനവും സാധ്യമാക്കിയ പരിത്രാണ കർമ്മത്തിൽ പരിശുദ്ധ അമ്മ വഹിച്ച പങ്കാണ്. ഇവിടെ തന്നെ അതിനായി സമർപ്പിച്ചു. വത്തിക്കാൻ കൗൺസിൽ തിരുസഭയെ പറ്റിയുള്ള പ്രമാണരേഖ 56-ാമത്തെ നമ്പര് ഇങ്ങനെ നാം വായിക്കുന്നു: അതുകൊണ്ട് മറിയത്തെ ദൈവത്താൽ നിഷ്ക്രിയമായി ഉപയോഗിക്കപ്പെട്ടവളായിട്ടല്ല, പ്രത്യുത സ്വതന്ത്രമായ വിശ്വാസത്തോടും അനുസരണത്തോടും കൂടെ മനുഷ്യരക്ഷയ്ക്ക് സഹകരിച്ചവളായി സഭ കരുതുന്നു. വിശുദ്ധ ഇരണേവൂസ് പറയുന്നത് പോലെ അവൾ അനുസരണം വഴി തനിക്കും മനുഷ്യവംശം മുഴുവനും രക്ഷയ്ക്ക് കാരണമായി ഭവിച്ചു. ദൈവത്തിന്റെ രക്ഷാകരമായ ആ ഒരു തിരുവിഷ്ടം പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച് പുത്രൻ തമ്പുരാന്റെ വ്യക്തിത്വത്തിനും രക്ഷാകരമായ പ്രവർത്തനത്തിനും മറിയം തന്നെ സമർപ്പിച്ചു. ഈ രണ്ട് കാര്യങ്ങളാണ്: വ്യക്തിത്വത്തിന്, യേശുക്രിസ്തുവിന്റെ പ്രവർത്തനത്തിന്. പരിശുദ്ധ അമ്മ നൽകിയ ഒരു സമർപ്പണം, ആ അമ്മ വഹിച്ച പങ്ക്, പുത്രന്റെ വ്യക്തിത്വത്തിന് വേണ്ടി ദൈവത്തിരുവിഷ്ടം മുഴുഹൃദയത്തോടെയും പാപത്താൽ തടയപ്പെടാതെയും പരിശുദ്ധ അമ്മ ആശ്രയിച്ചു, സ്വീകരിച്ചു. പരിത്രാണ കർമ്മത്തിന്റെ തുടക്കവും അടിസ്ഥാന ഘടകവും പുത്രൻ തമ്പുരാന്റെ മനുഷ്യാവതാരമാണ്. പരിത്രാണ കർമ്മത്തിന് കന്യകമറിയത്തിൽ നിന്ന് സ്വീകരിച്ച മനുഷ്യ പ്രകൃതിയാണ്, പരിശുദ്ധ അമ്മയിൽ സ്വീകരിച്ച മനുഷ്യ പ്രകൃതിയാണ് നിദാനമായി നിൽക്കുന്നത്. പരിപൂർണ ദൈവവും
പരിപൂർണ മനുഷ്യനുമായ ഈശോയുടെ മനുഷ്യ പ്രകൃതിക്ക് അടിസ്ഥാനം പരിശുദ്ധ അമ്മയാണ്. മനുഷ്യ പ്രകൃതി നൽകിയത് പരിശുദ്ധ അമ്മയാണ്. അങ്ങനെ മനുഷ്യരക്ഷകൻ എന്ന വ്യക്തിത്വത്തിന് പരിശുദ്ധ മറിയം നൽകിയ സംഭാവന നമുക്ക് വിസ്മരിക്കുക സാധ്യമല്ല. പരിശുദ്ധ അമ്മയുടെ സ്വതന്ത്ര മനസ്സോടെയുള്ള ആത്മദാനം വഴിയാണ് സാധ്യമായത്. ആ സമർപ്പണത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് പൂർണ്ണ മനസ്സോടെ നൽകുമ്പോഴാണ്. ദൈവത്തിന്റെ പദ്ധതി സ്വീകരിക്കാനോ നിരാകരിക്കാനോ മറിയത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്നാൽ ബോധപൂർവം ഈ രക്ഷാകര കർമ്മത്തിൽ പങ്കാളിയാവാൻ മറിയം തന്നെ തന്നെ സമർപ്പിച്ചു. അതിന് വില കൊടുക്കാൻ തയ്യാറായി. രണ്ടാമതായി യേശുക്രിസ്തുവിന്റെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ പരിശുദ്ധ അമ്മ വഹിച്ച പങ്കാണ്. ദൈവതിരുവിഷ്ടം മുഴുവനസ്സോടെ സ്വീകരിച്ച മറിയം തന്നെ തന്നെ മുഴുവനായി സമർപ്പിച്ചു. യേശുവിന്റെ ജനനം മുതൽ മരണം വരെ സകല ജീവിത സംഭവങ്ങളിലും അനന്യ സഹകാരിണി എന്ന നിലയിൽ മറിയം തന്റെ ജീവിതകാലം മുഴുവൻ പരിത്രാണ പദ്ധതി സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചു. അതുകൊണ്ടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എടുത്തു പറയുന്നത്, മിശിഹായെ ഗർഭം ധരിച്ച് ജനിപ്പിച്ച് പോറ്റി വളർത്തി പിതാവിന്റെ ആലയത്തിൽ സമർപ്പിച്ച് കുരിശിൽ മരിക്കുന്ന തന്റെ പുത്രനോടൊത്ത് പീഡ അനുഭവിച്ച് അനുസരണം, വിശ്വാസം, പ്രത്യാശ, ഉജ്ജ്വല സ്നേഹം എന്നിവ വഴി ആത്മാക്കളുടെ പ്രകൃത്യാതീത ജീവൻ പുനരുദ്ധരിക്കുവാൻ വേണ്ടി രക്ഷകന്റെ പ്രവൃത്തിയോട് സർവദാ സവിശേഷമാം വിധം അവൾ സഹകരിച്ചു. ഇക്കാരണത്താൽ പ്രസാദപര മണ്ഡലത്തിൽ നമ്മുടെ അമ്മയായി അവൾ പരിലസിക്കുന്നു. തിരുസഭ എന്ന പ്രമാണ രേഖയിൽ 61-ാമത്തെ നമ്പർ. പീഡാസഹനത്തിൽ വഹിച്ച പങ്ക്, ആ പങ്കിൽ മറിയത്തിന്റെ ഒരു പ്രാധാന്യം തീർച്ചയായും പ്രിയപ്പെട്ടവരെ നാം ധ്യാന വിഷയമാക്കേണ്ടതാണ്. മാതൃസഹജമായ ഹൃദയത്തോടെ പരിശുദ്ധ അമ്മ യേശുവിനോടൊപ്പം ഈ രക്ഷാകര കർമ്മങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെ മുഴു ഹൃദയത്തോടെ പങ്കാളിയായി എന്ന് പുത്രൻ സഹിച്ച എല്ലാ സഹനങ്ങളുടെയും ആ ഒരു പങ്കാളിത്തം, ഭാഗഭാഗിത്വം അമ്മ എന്ന നിലയിൽ പരിശുദ്ധ അമ്മ ഏറ്റെടുത്തു. വേദന കടിച്ചമർത്തി, വേദന തിന്ന് പരിശുദ്ധ അമ്മ യേശുവിനോടൊപ്പം ഈ രക്ഷാകര കർമ്മത്തിൽ പങ്കാളിയായി. രണ്ടാമതായി തന്നിൽ നിന്ന് ജനിച്ച ആ ബലിമൃഗത്തെ ഹോമിക്കുവാൻ വേണ്ടി മറിയം സമ്മതം നൽകിയത് മറിയം ഈ രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ അമ്മ വഹിച്ച പങ്കാണ്. മൂന്നാമതായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മകനോട് ചേർന്ന് വഹിച്ച പങ്ക് മനസ്സിലാക്കുമ്പോൾ ആ രക്ഷ സ്വന്തമാക്കുന്നതിന് നമുക്ക് അവളുടെ സഹായം നിർണായകമാണ് എന്ന് ബോധ്യം. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഈ രക്ഷാകര പദ്ധതിയിലുള്ള പങ്ക് നാം മനസ്സിലാക്കുമ്പോഴാണ് ഈ കൃപ സ്വീകരിക്ക് രക്ഷാകര പ്രവർത്തനങ്ങളിലൂടെ യേശുക്രിസ്തുവിന്റെ രക്ഷാകര കർമ്മങ്ങളിലൂടെ ലഭിച്ച കൃപ സ്വീകരിക്കുന്നതിൽ പരിശുദ്ധ അമ്മയുടെ ആ ഒരു സഹായം എത്രമാത്രം പ്രസക്തമാണ് എന്നൊക്കെ മനസ്സിലാകുന്നത്. വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുന്നു, കന്യകാമറിയം വഴിയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. അവൾ വഴി തന്നെ വേണം അവിടുന്ന് ലോകത്തെ ഭരിക്കേണ്ടതും രക്ഷിക്കേണ്ടതും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ഏകജാതനെ പോലും ഹോമിക്കാൻ സ്നേഹപുരസ്സരം സമ്മതമരളിയ ആ അമ്മയ്ക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് എത്രമാത്രം കരണീയമായിട്ടുള്ള ഒന്നാണ്. അത് നമുക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. അപ്പൊ ഈ മരിയൻ സമർപ്പണത്തിനുള്ള പ്രചോദന ഹേതുവിന് കാരണം അത് ഒന്നാമതായി മരിയൻ സമർപ്പണത്തിന്റെ പ്രധാന വശം നമ്മളുടെ സത്പ്രവർത്തികളുടെയും സുഹൃതാഭ്യാസത്തിന്റെയും ഒക്കെ യോഗ്യത മറിയത്തിന് കൈമാറുക എന്നുള്ളതാണ്. നമ്മുടെ പാപങ്ങളും ബലഹീനതകളും മാത്രമല്ല, നാം ആർജിച്ചിട്ടുള്ള പുണ്യമുണ്ട്, പലതരത്തിലുള്ള യോഗ്യതകളുണ്ട്,
നമ്മുടേതായ സുഹൃതാഭ്യാസങ്ങളുണ്ട്. അവയൊക്കെ മറിയത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ എന്താണ്? പരിശുദ്ധ അമ്മ തൻ്റെ പുണ്യത്തോട് ചേർന്ന്, വിശുദ്ധിയോട് ചേർന്ന് നമ്മളുടെ അയോഗ്യമായ നമ്മുടെ ജീവിതത്തിന്റെ നന്മകളെ പൂർണ്ണതയിലെത്തിക്കും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ രണ്ട് സംശയങ്ങൾ ഉണ്ടാവാം. ഒന്നാമതായി, എൻ്റെ പ്രാർത്ഥനയുടെയും സത്കൃത്യങ്ങളുടെയും യോഗ്യതകളൊക്കെ മറിയത്തിന് വിട്ടുകൊടുത്താൽ എനിക്കിപ്പോ ഒരാളെ സഹായിക്കണമെന്ന് വന്നാൽ അപ്പോൾ ഇവിടെ എന്ത് ചോദിക്കാം? പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോ സഹിച്ച് രോഗാനുഭവങ്ങളിലൂടെ കടന്നുപോയി, അല്ലെങ്കിൽ രോഗത്തിൻ്റെതായ സഹനം, പലതരത്തിലുള്ള ഈ ജീവിതത്തിലുണ്ടായ കുരിശനുഭവങ്ങൾ, അതിൻ്റെ നന്മകൾ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെല്ലാം നഷ്ടപ്പെട്ടു പോകുകയില്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ട്. നമ്മുടെ സത്കൃത്യങ്ങളുടെ യോഗ്യതകളെല്ലാം മറിയത്തിന് വിട്ടുകൊടുത്താൽ ദൈവസന്നിധിയിൽ നാം അവസാനം ന്യായാധിപ സവിധത്തിൽ നാം നിൽക്കുമ്പോൾ നാം വെറും കൈയോടെ നിൽക്കേണ്ടി വരില്ലേ? ഇതിനോട് ലൂയി മോൺഫോർട്ടിന്റെ പ്രതികരണം, ഒന്നാമതായി, പരിശുദ്ധ അമ്മ നമ്മുടെ സൽപ്രവർത്തികൾ വിശുദ്ധീകരിക്കുകയും അലങ്കരിക്കുകയും അത് തന്റെ ദിവ്യസുതന് സ്വീകാര്യമാക്കുകയും ചെയ്യും. സത്പ്രവർത്തികളുടെ എല്ലാ കുറവുകളും അപൂർണതകളും മറിയം നീക്കിക്കളയും. തന്റെ സുഹൃതങ്ങൾ കൊണ്ട് അവയെ അലങ്കരിച്ച് അതിന്റെ പരിശുദ്ധി വർദ്ധിപ്പിക്കാൻ ഇടയായി, യോഗ്യത വർദ്ധിപ്പിക്കാൻ ഇടയായി. രണ്ടാമതായി, നമ്മുടെ പ്രാർത്ഥനകളുടെ യോഗ്യത ഏറ്റവും ഉചിതമായി അമ്മ ഉപയോഗിക്കും. ഉചിതമായ വ്യക്തികൾക്ക്, ഇപ്പോൾ ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത അനേകര് മരണാസന്നരായി പ്രാർത്ഥന ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ അമ്മയുടെ നിക്ഷേപത്തിൽ ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്ന എൻ്റെ പ്രാർത്ഥനയുടേതായ കൃപകളുണ്ടെങ്കിൽ അമ്മ അതെടുത്ത് അവിടെ ഉപയോഗിക്കും. അമ്മയ്ക്ക് മക്കളുടെ സമ്പാദ്യങ്ങൾ അവകാശപ്പെട്ടതാണ് സമർപ്പിച്ചാൽ, അമ്മയുടെ മക്കളാണ് എല്ലാവരും, അവർക്ക് അത് വെച്ച് വിളമ്പാൻ, അമ്മ ഭക്ഷണം വിളമ്പുന്നത് പോലെ പാത്രത്തിലേക്ക് പകർന്നു കൊടുക്കുന്നത്, ആവശ്യക്കാർക്ക് വിശക്കുന്നവർക്ക് പകർന്നു കൊടുക്കുന്നത് പോലെ അമ്മയുടെ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ നമ്മുടെ പുണ്യജീവിതത്തെ നാം സമർപ്പിക്കണം. മൂന്നാമതായി, നമ്മുടെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും സൽപ്രവർത്തികളുടെയും യോഗ്യത പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കാര്യം പരിശുദ്ധ അമ്മ നോക്കിക്കൊള്ളും. അതാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാ ആവശ്യങ്ങളും അറിയാവുന്ന അമ്മ. ആവശ്യ സമയങ്ങളിൽ അവർക്ക് ആവശ്യമാകുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും എന്നതും പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. നാം ഈ യാത്ര തുടരുകയാണ്. 21 ദിവസം ഈ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കുറെ കൂടി അടുത്തു നിന്നുകൊണ്ട് ആ അമ്മയുടെ വിമല ഹൃദയം ദർശിക്കാൻ, ആ പരിശുദ്ധി ദർശിക്കാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അയോഗ്യരായ നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ കുറവുകളും പരിമിതികളും, നാം ആർജിച്ചിട്ടുള്ള എല്ലാ നന്മകളും പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അമ്മയുടെ ആ മടിത്തട്ടിൽ, അമ്മയുടെ ഹൃദയത്തിൽ സമർപ്പിച്ച് നമുക്ക് അനുഗ്രഹീതരായി തീരാം. പ്രിയപ്പെട്ടവരെ, നമ്മളോടൊപ്പം വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ട്, വിവിധ ഭൂഖണ്ഡങ്ങളിലായിരുന്നു കൊണ്ട് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് അവരൊക്കെ വ്യത്യസ്തമായ അവസ്ഥകളിലാവും, വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ടാവാം, വ്യത്യസ്തമായ ബന്ധനങ്ങളിൽ അകപ്പെട്ടവരാവാം. അവരെല്ലാവരെയും ഈ ശുശ്രൂഷയോട് ചേർത്ത് നിർത്തി അവരെയും പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ഹൃദയബന്ധത്തിലൂടെ സഹായിക്കണം എന്ന് സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ അമ്മയിൽ ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവിന്റെ ലുത്തിനിയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ.
ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവനന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തിമൽക്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. യഥാർത്ഥ മരിയഭക്തി ഖണ്ഡിക 25-26. പരിശുദ്ധാത്മാവായ ദൈവം അനിർവചനീയമായ തൻ്റെ ദാനങ്ങൾ മണവാട്ടിയായ മറിയത്തിലേക്ക് പകർന്നു. അവിടത്തേക്ക് സ്വന്തമായതെല്ലാം വിതരണം ചെയ്യാൻ അവളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൾക്കിഷ്ടമുള്ളപ്പോൾ ഇഷ്ടമായ വിധത്തിൽ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളിടത്തോളം വിതരണം ചെയ്യത്തക്ക വിധത്തിൽ തൻ്റെ ദാനങ്ങളും കൃപകളും അവിടുന്ന് അവൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കന്യാമറിയത്തിൻ്റെ പരിശുദ്ധമായ കരങ്ങളിലൂടെ അല്ലാതെ സ്വർഗീയ ദാനങ്ങൾ മനുഷ്യർക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നില്ല. അതായിരുന്നു ദൈവഹിതം. ഒരിക്കൽ വിനയം മൂലം ജീവിതകാലം മുഴുവൻ ദരിദ്രയും വിനിതയും ഇല്ലായ്മയുടെ അഗാധങ്ങളിൽ മറഞ്ഞിരുന്നവളുമായ മറിയം ഇപ്പോൾ അത്യുന്നതനാൽ സമ്പന്നയും പ്രശംസനീയയും ബഹുമാനിതയുമായി.
അതുതന്നെയാണ് സഭയുടെയും സഭാപിതാക്കന്മാരുടെയും അഭിപ്രായവും. ഇന്നത്തെ യുക്തിവാദികളോടാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ വളരെ സരളമായി ഇപ്പോൾ തന്നെ പറഞ്ഞു വച്ചവയെ വേദപുസ്തകത്തിൽ നിന്നും സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിൽ നിന്നും ദീർഘവും വ്യക്തവുമായ അനവധി ന്യായങ്ങൾ കൊണ്ട് തെളിയിക്കുമായിരുന്നു. ഫാദർ പൊയ്റയുടെ മറിയത്തിൻ്റെ ത്രിവിധ കിരീടം എന്ന ഗ്രന്ഥത്തിൽ എല്ലാ തെളിവുകളും വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ സംസാരിക്കുന്നത് പാപങ്ങളും സാധാരണക്കാരും വിനീതരുമായവരോടാണ്. പണ്ഡിതഗണത്തോട് വച്ചു നോക്കുമ്പോൾ അവർക്ക് കൂടുതൽ വിശ്വാസമുള്ളതിനാൽ അവർ നിഷ്പ്രയാസം വിശ്വസിക്കുന്നു, യോഗ്യതകൾ നേടുന്നു. അതുകൊണ്ട് സത്യങ്ങൾ സരളമായി അവതരിപ്പിക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അവർക്ക് ഒട്ടും മനസ്സിലാകാനാവാത്ത ഉദ്ധരണികളൊന്നും നിരത്താൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും സാന്ദർഭികമായി ചില വാക്യങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്നു നിറയണമേ. എന്നെയും എനിക്കുള്ള സർവ്വതും ദൈവമാതാവിനു നൽകാൻ എന്നെ സഹായിക്കണമേ. എന്റെ വീണ്ടെടുപ്പിനു വേണ്ടി പരിശുദ്ധ മാതാവ് അനുഭവിച്ച രക്ഷാകര സഹനത്തിന്റെ വില എനിക്ക് മനസ്സിലാക്കി തരണമേ. യേശുവിനെ വിറ്റ് എന്നെ വാങ്ങിയ മറിയത്തിന്റെ വിസ്മരണീയ സ്നേഹാതിരേകം എന്റെ ഹൃദയത്തെ അവളിലേക്ക് തിരിക്കട്ടെ. എന്നെ മുഴുവനായും മറിയത്തിന് സന്തോഷപൂർവ്വം നൽകാൻ ആ സ്നേഹം എന്നെ ഉത്തേജിപ്പിക്കട്ടെ. ദൈവമാതാവേ, ദൈവത്തിന് ഏറ്റവും പൂർണ്ണമായി നീ നിന്നെ തന്നെ കൊടുത്തതിൻ്റെ യോഗ്യത എനിക്കും തന്ന് സമ്പൂർണ്ണ സമർപ്പണത്തിന് എന്നെ ഒരുക്കണമേ. ആമീൻ. പരിശുദ്ധ രാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാതിരവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നിറപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാതിരവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള പൂർണ്ണമായ അറിവിന് തടസ്സമായി നിൽക്കുന്ന മൂഢതയിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും സംരക്ഷിക്കപ്പെടട്ടെ. സമ്പൂർണമായ സമർപ്പണത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരും മോചിതരായി തീരട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും മധ്യസ്ഥതയും മാലാഖമാരുടെ കാവലും എന്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.